ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടൊരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ. അപ്പോൾ ആദ്യം തന്നെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള പാല് ഞാനിപ്പോൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ലിറ്റർ പാല് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കുന്നതിനനുസരിച്ച് പാലൊക്കെ എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റ് പാലുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പം 2 പാക്കറ്റ് 1 ലിറ്റർ പാലാണിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി പാല് നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ചിട്ട് വരണം. അപ്പം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഏതായാലും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവൊക്കെ തീരുമാനിക്കുക. ഇനി ഇളക്കി കൊടുത്തിട്ട് ഈ പാല് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ പാലിവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് 1 ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടയായിട്ട് പോകും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒരു ബൗളിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 ബൗളിലേക്ക് ഞാനിപ്പോൾ 1 ലിറ്റർ പാലല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നിറയെ കസ്റ്റാർഡ് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പൂൺ നിറച്ച് ടേബിൾ സ്പൂൺ നിറയെ തന്നെ എടുക്കാം. 3 ടേബിൾ സ്പൂൺ നിറയെ കസ്റ്റാർഡ് പൊടി എടുത്തിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കട്ടയില്ലാതെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിന് പകരം പാലെടുത്തിട്ട് അതിലൊന്ന് മിക്സ് ചെയ്ത് എടുത്താലും മതി. അപ്പോൾ നല്ലതുപോലെ തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കസ്റ്റാർഡ് പൗഡറാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം അര ടീസ്പൂണോളം വാനില എസൻസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഓപ്ഷണലാണ് കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ പാല് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇത് കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് വേണം കസ്റ്റാർഡിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാനും ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് മാറും. അപ്പോൾ നല്ലതുപോലെ തന്നെ കൈവിടാതെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ ഇത് ഏകദേശം ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതൊന്ന് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം കേട്ടോ, മധുരം ഉണ്ടാകുന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പ്, അപ്പോൾ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് കൊണ്ടൊക്കെ 2 മിനിറ്റൊന്നും വേണ്ട, കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് നമുക്കിതൊന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. കണ്ടല്ലോ, ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഡയറക്റ്റ് ആയിട്ട് ചൂടോട് കൂടെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാൻ. അപ്പോൾ ഇത്രയും മതി, ഇതവിടെ നിൽക്കട്ടെ. ഇനി ആ സമയം കൊണ്ട് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഏതൊക്കെ ഫ്രൂട്ട്സ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഇത്ര ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ കുറച്ച് മാതളം ഉറുമാമ്പഴം ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പച്ച മുന്തിരി നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് പൈനാപ്പിളും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പാടില്ല, അതൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ കാര്യം നല്ലതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പൈനാപ്പിൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാലും ആ ഒരു പൈനാപ്പിളിൻ്റെ രുചി ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ മാത്രം പൈനാപ്പിൾ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഫ്രൂട്ട്സിൻ്റെ കൂടെ പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയം ആകുമ്പോഴേക്കും ഒരു നല്ലതുപോലെ തന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് അനുഭവപ്പെടും. അതുകൊണ്ട് പൈനാപ്പിൾ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാ അപ്പോഴേക്കും ആ കസ്റ്റാർഡ് അത്യാവശ്യം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ഫ്രൂട്ട്സായിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആപ്പിളിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, നല്ലതുപോലെ തന്നെ കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൈനാപ്പിൾ മാറ്റി വെക്കാം, ലാസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിയാ സീഡിന് പകരം നമുക്ക് വേണമെങ്കിൽ കസ്കസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കസ്കസ് ആണെങ്കിലും കുറച്ച് ടൈം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഞാനിപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇത് അത്യാവശ്യം ഒരു കട്ടിയായ രൂപത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അതിലേക്ക് ചിയാ സീഡ് നല്ലതുപോലെ തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തമായിട്ട് തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ലഭിക്കുക. അതല്ലെങ്കിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നത് കുറവായിട്ടുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റാർഡ് ഡ്രിങ്കിൻ്റെ രൂപത്തിലേക്ക് ആയിപ്പോവും, അത്യാവശ്യം ലൂസായിട്ടുള്ള പരുവത്തിൽ ആയിപ്പോവും. അപ്പം ഇതുപോലെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഐസ്ക്രീം കോരി കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിലും ആ ഒരു ഫീലിങ്ങിലും നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് മുഴുവനായിട്ട് തന്നെ ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാനിപ്പോൾ പപ്പായ ഇട്ട് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ മാംഗോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ മെയിനായിട്ട് ചെറീസൊക്കെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസിനനുസരിച്ച് നമുക്ക് ഈ ഒരു സാലഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് പാത്രത്തിലേക്ക് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുഡിങ് അതുപോലെയൊക്കെ സെറ്റാക്കുന്ന ആ സമയം കൊണ്ട് നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഉണ്ടല്ലോ. ഞാനിപ്പോൾ ചെറിയ കുഞ്ഞ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല തണുപ്പിച്ചിട്ട് വേണം കേട്ടോ അത് കഴിക്കാൻ. തണുപ്പോട് കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ടും കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഐസ്ക്രീം ഒക്കെ കയ്യിലുണ്ടെങ്കിൽ, വാനില ഐസ്ക്രീമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്